നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ട ഒരു കാര്യമുണ്ട്. യു നീഡ് ടു ടേക്ക് എ പേപ്പർ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കോപ്പിംഗ് മെക്കാനിസം അല്ല കാണിക്കുന്നത്. യു നീഡ് ടു ടേക്ക് ആക്ഷൻ. നിങ്ങൾ പോയി ഒരു പേപ്പർ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബോർഡ് എടുത്തേക്കുന്നത്, നിങ്ങൾ പേപ്പർ എടുക്കുക. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു റാറ്റ് ലൈഫിൽ നിന്നും ഒരു ഈഗിൾ ലൈഫിലേക്ക് നിങ്ങളുടെ ലൈഫ് തന്നെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇപ്പോൾ വാച്ച് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾ ഈ റാറ്റ് ലൈഫിൽ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ വീട്ടുകാർ, നിങ്ങളുടെ ഫാമിലിയിലുള്ളവർ, നിങ്ങളുടെ ഫ്രണ്ട്, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ. എൻ്റെ 20ാമത്തെ വയസ്സ്, ഞാൻ എൻ്റെ റൂമിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക, നല്ല കംഫർട്ടായിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ ഫോൺ എടുത്ത് നോക്കി, ഇപ്പോൾ 10:30 10:30 പോലും എനിക്ക് എണ്ണിക്കണമെന്ന് തോന്നുന്നില്ല. ഇന്ന് എണ്ണിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വല്ലാതെ ദേഹം മൊത്തം ആകെ ഒരു വേദന. എനിക്ക് എന്തെങ്കിലും എണ്ണിച്ച് ചെയ്യണമെന്ന് തോന്നുന്നില്ല. എൻ്റെ കാലും കൈയും ബോഡിയും എല്ലാം ഒരു എനർജി ഇല്ലാത്തതിൻ്റെ കൂട്ട അവസ്ഥയിലിരിക്കുക. ഞാൻ ഇങ്ങനെ അപ്പം റൂമിൽ ഇങ്ങനെ കൊട്ടുന്ന കേൾക്കുന്നുണ്ട്. അമ്മ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നു, എടാ എണ്ണിക്ക് സമയമായി, നീ എന്തു കിടന്ന് ഉറങ്ങുന്ന. അമ്മ ഇങ്ങനെ കിടന്ന് അലയ്ക്കുന്നു, ഒരുപാട് കുത്തുവാക്കുകളൊക്കെ പറയുന്നു, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനപ്പോൾ ആ ലൈഫിൽ ഇരുന്നപ്പോൾ ആലോചിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ലൈഫ് ഡിപ്രസ്ഡ് ആണ്. എനിക്കൊരു കാര്യവും ലൈഫിൽ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്ത് ചെയ്താലും അത് അബദ്ധത്തിലോട്ടാണ് പോകുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട് ബ്രോ, ഞാൻ അന്ന് ജീവിച്ചൊരു ലൈഫ് എന്ന് വെച്ചാൽ ഒരു ഡീസൻസി ഇല്ലാതെ, ഒരു പോസിറ്റിവിറ്റി ഇല്ല. എല്ലാം നെഗറ്റീവായിട്ട്, സാഡായിട്ട്, ഡിപ്രസ്ഡ് ആയിട്ട്, ഒട്ടും ഉറക്കമില്ല. രാത്രിയിലൊക്കെ 24 മണിക്കൂർ ഇങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഉറക്കം ഭയങ്കരമായിട്ട് എന്നെ നഷ്ടപ്പെട്ടു. എൻ്റെ തല ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് ഞാൻ പറയാമെന്ന്, ഞാൻ ചിരിച്ചിട്ട് തന്നെ കുറേ നാളായി എന്നെനിക്ക് ആ സമയത്ത് തോന്നിയിട്ടുണ്ട്. എൻ്റെ ലൈഫ് ഫുള്ളും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ ആ സമയത്ത് വിചാരിച്ചത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. നമ്മൾ ഒറ്റയ്ക്കായി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. നമുക്ക് ഒരു കാര്യവും ലൈഫിൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നുന്ന സിറ്റുവേഷൻസ് നമുക്ക് ലൈഫിലുണ്ടാവും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടായാലും നിങ്ങൾക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല, നിങ്ങളുടെ വീട്ടുകാരും അമ്മയും അച്ഛനും എല്ലാവരും നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പോകുന്ന പാത്ത്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴിയാണ് എല്ലാത്തിനും കാരണം. നമ്മൾ ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ലൈഫിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതാണ് കാരണം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിപ്പോൾ ഒരു റാറ്റ് ലൈഫിൽ ആണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്സെപ്റ്റ് ഇറ്റ്. നിങ്ങളൊരു റാറ്റ് ലൈഫിലാണ്, നിങ്ങൾ സാഡാണ്, നിങ്ങൾക്ക് പൈസ വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് നോ മണി, നിങ്ങൾക്ക് വീട്ടുകാർ പൈസ തരുന്നില്ല, നിങ്ങൾക്ക് വീട്ടുകാരോട് ചോദിക്കാൻ തന്നെ താല്പര്യമില്ല, അവർ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ് ഒന്നുമില്ല, നിങ്ങൾ ഒറ്റയ്ക്കാണ്, ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇങ്ങനെ വിഷമഘട്ടത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ റിയൽ പെയിനിലാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്ത് ചെയ്താലാണ് രക്ഷപ്പെടുന്നതെന്ന് അറിയത്തില്ല. ആ ഡിപ്രഷനിലാണ്, ആ ഡാർക്ക് ഡിപ്രഷൻ ഏജിലാണ്, ആ റാറ്റ് ലൈഫിലാണ്, ആ സങ്കടപ്പെട്ട, നമുക്കൊരിക്കലും ലീവ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കാത്ത ആ ലൈഫിലാണ് ബ്രോ നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുക. ഞാൻ പറയാൻ പോകുന്ന ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഈ കാര്യം മാത്രം നിങ്ങളുടെ ലൈഫിൽ ഈ നിമിഷം മുതൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കോമൺ യൂട്യൂബറിന്റെ കൂട്ട് ഇവിടുന്ന് സംസാരിക്കുന്ന ഒരാളല്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എൻ്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയ കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നതിന് തൊട്ട്, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇംപ്രൂവ് ആയിരിക്കണം. നിങ്ങൾ ജസ്റ്റ് കോപ്പി മെക്കാനിസത്തിന് മാത്രമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒരു പ്രയോജനവും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നില്ല. യു നീഡ് ടു ടേക്ക് ആക്ഷൻ. എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളുടെ അച്ഛനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ ടേക്ക് ആക്ഷൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആണ് GM and very important GMD. ഈ കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നു, GMD ഇവ എന്താ പറയുന്നത്, വല്ല കമ്പനിയാണോ, അത് ട്രെയിലർ വല്ലതാണോ? നോ. ഞാൻ എന്താണ് അതെന്ന് പറയുന്നതിന് മുമ്പേ നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ട ഒരു കാര്യമുണ്ട്. യു നീഡ് ടു ടേക്ക് എ പേപ്പർ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കോപ്പിംഗ് മെക്കാനിസം അല്ല കാണിക്കുന്നത്. യു നീഡ് ടു ടേക്ക് ആക്ഷൻ. നിങ്ങൾ പോയി ഒരു പേപ്പർ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബോർഡ് എടുത്തേക്കുന്നത്, നിങ്ങൾ പേപ്പർ എടുക്കുക. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു റാറ്റ് ലൈഫിൽ നിന്നും ഒരു ഈഗിൾ ലൈഫിലേക്ക് നിങ്ങളുടെ ലൈഫ് തന്നെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ആൾക്കാർ റെസ്പെക്ട് ചെയ്യുന്ന, ഹാപ്പി ആയിട്ടുള്ള, പൈസയുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗേൾ ഫ്രണ്ടിനെ കിട്ടുന്ന, എല്ലാ നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതും സംസാരിക്കുന്നതും നിങ്ങളുടെ കൂടെ ടൈമും ലൈഫും സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന
അങ്ങനെ ഒരു സ്ട്രോങ് മെന്നായിട്ട് മാറാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു ഈഗിളായിട്ട് നിങ്ങൾക്ക് മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്, there is no coping mechanism, there is no easy way out, no, you need to go gym. ഞാനിപ്പോൾ ജിം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മൈൻഡ് പറയുന്നത്, എനിക്ക് ജിമ്മിലൊന്നും പോകാൻ പറ്റത്തില്ല, എൻ്റെ വീട്ടുകാർ വിടത്തില്ല, എനിക്ക് നീളം വെക്കത്തില്ല എന്നൊക്കെ, ജിമ്മിൽ പോയാൽ പറ്റത്തില്ല എന്നൊക്കെ അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചേക്കുക, അതുകൊണ്ട് എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റത്തില്ല, എനിക്ക് പൈസ ഇല്ല, ഞാൻ പാവപ്പെട്ട, ഇങ്ങനെയുള്ള ഒരു 100 കൂട്ടം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, എനിക്ക് മനസ്സിലായി, ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുണ്ട്. ബ്രോ, ഐ എം ടെല്ലിങ് യു, ആ മൈൻഡ് എന്ന് പറഞ്ഞാൽ റാറ്റ് മൈൻഡാണ്. നമുക്കൊരിക്കലും ആഗ്രഹമില്ലാത്ത, നമുക്കൊരിക്കലും നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ആ ബ്രെയിൻ ആണ് റാറ്റ് ബ്രെയിൻ. സോ അത് പറയുന്ന കേൾക്കാതെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ പൈസ ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, യു ക്യാൻ വർക്ക്ഔട്ട് അറ്റ് ഹോം, റൈറ്റ്? യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയാം, ഞാൻ തന്നെ ഒരു വീഡിയോ സ്പെസിഫൈ ചെയ്ത് എങ്ങനെയാണുള്ള കാണിച്ചു തരുന്ന ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തു തരാം. എന്തുകൊണ്ട് ഞാൻ ഇത് പറയുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ജിമ്മിൽ പോവോ, നിങ്ങളല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്തോ, ബ്രോ, അതിനകത്ത് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. അതിനകത്ത് കിട്ടുന്നൊരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായി നമ്മുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യും. 1. 2, നമുക്കത് ലൈഫ് ലോങ് ഒരു റിവാർഡായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോഡി ഉള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇമാജിൻ ചെയ്ത സ്റ്റൈലിഷ് ആയിട്ടുള്ള മസ്കുലർ ആയിട്ടുള്ള ബോഡി നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഏറ്റവും വലിയൊരു ഡ്രീമാണ് അതെന്ന് പറയുന്നത്. സോ യു നീഡ് ടു ഗോ ജിം. എന്തുകൊണ്ട് ഞാനിത് പറയുന്നത് വെച്ചാൽ, അവിടെ ചെന്ന് നമ്മൾ കഷ്ടപ്പെടുമ്പോൾ, നമ്മൾ പെയിനിൽ കൂടെ ഇരിക്കുമ്പോൾ, നമുക്ക് ഒട്ടും ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കുമ്പോൾ, ഒട്ടും വിറച്ച് കൈ ഇങ്ങനെ ഇരിക്കുമ്പോൾ, നമ്മൾ ഫെയിലിയർ PR-ൽ ഹിറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ വേർക്കുമ്പോൾ, നമ്മളിങ്ങനെ സൈക്ലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്, ആ ഒരു സന്തോഷമുണ്ട്. ബ്രോ, ദാറ്റ് ഈസ് എ റിയൽ തിങ്. ആ സംഭവം തന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കിട്ടും. നിങ്ങൾക്ക് ബ്രദർ ഉണ്ടെങ്കിൽ, സിസ്റ്റർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ ഗ്രൂപ്പായിട്ട് വീഡിയോ ചാറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം, റൈറ്റ്? അതിനുള്ള വഴിയും ഞാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാം. ബട്ട് യു നീഡ് ടു ടേക്ക് ആക്ഷൻ. ഫസ്റ്റ് വൺ, നിങ്ങളുടെ ലൈഫ് ഈ റാറ്റ് ലൈഫിൽ നിന്നും ഒരു ഈഗിൾ ലൈഫിലേക്കാണ് മാറുന്നതെങ്കിൽ, യു നീഡ് ടു ഗോ ടു ജിം ഓർ വർക്കൗട്ട് ചെയ്യുക. യു ബ്രോ, എനിക്ക് പറ്റത്തില്ല, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് കൈവേന, അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. യു നീഡ് ടു ഡു ദ ആക്ഷൻ. അതുപോലെ തന്നെ ഇതിന് പല ടൈപ്പിലുള്ള സൈക്കോളജി പരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അത് ആരും നിങ്ങളോട് പറഞ്ഞു തരത്തില്ല. ബ്രോ, നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ഒരിടത്ത് തിരിക്കുന്നില്ല, നിങ്ങളുടെ എല്ലാ മസിൽസിനെയും നിങ്ങൾ എൻജോയ് ചെയ്യുന്നു, നിങ്ങളുടെ ബോഡിയിൽ കറക്റ്റ് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നു. നിങ്ങൾ ഒരു റൂമിൽ തന്നെ ഇങ്ങനെ അടച്ച് പൂട്ടി ഇങ്ങനെ ഫോണും കണ്ട് 24 മണിക്കൂറും സ്ക്രോൾ ചെയ്ത്, ഫോണും കണ്ട്, സോഫ്റ്റ് ഫോണും കണ്ട്, വല്ല പെൺകുട്ടികളും കുട്ടിനിക്കറും ഇട്ട് തുള്ളുന്നതും കണ്ടുകൊണ്ടാണോ നിങ്ങൾ ഇരിക്കുന്നത്? ഇങ്ങനൊരു ലൈഫാണോ നിങ്ങൾക്ക് വേണ്ടത്? ഇങ്ങനൊരു ലൈഫ് വെച്ചിട്ട് നിങ്ങൾ എവിടെ എത്താൻ പറ്റും? നിങ്ങൾക്ക് എത്രമാത്രം ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് എത്താൻ പറ്റും? നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഡിസ്ട്രോയ് ആയി കിടക്കുകയല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ലൈഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ മൈൻഡ് അവിടെ ഇവിടെ എന്ന് പറഞ്ഞ് കറങ്ങി നിൽക്കുമല്ലേ? 24 മണിക്കൂർ നിങ്ങൾ സോഷ്യൽ മീഡിയയിലല്ലേ? ഒരു ദിവസം നിങ്ങൾ എത്ര മണിക്കൂറാണ് ഇൻസ്റ്റാഗ്രാമിൽ സ്പെൻഡ് ചെയ്യുന്നത്? ദിസ് ഇസ് ജെന്യുവൻ ക്വസ്റ്റ്യൻ. ഒരു ദിവസം എത്ര മണിക്കൂറാണ്, ഞാൻ മിനിറ്റ് എന്നല്ല പറയുന്നത്, മണിക്കൂറാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സ്പെൻഡ് ചെയ്യുന്നത്? എന്ത് ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? സോ ആ സാഡ് ലൈഫ് അല്ല നമുക്ക് വേണ്ടത്. നമ്മൾ ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടോ, നിങ്ങളുടെ ഫാമിലിയുടെ കൂട്ടോ, നിങ്ങളുടെ കൂട്ടുകാരുടെ കൂട്ടോ, അവന്മാരുടെ കൂട്ടോ ലൈഫ് അല്ല നമ്മൾ എയിം ചെയ്യുന്നത്. നമ്മൾ ഇസഡ് ഗ്രൂപ്പിലെ മെമ്പേഴ്സാണ്. നമ്മൾ ഒരുമിച്ചാണ് ഈ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നത്. സോ ഞാൻ നിങ്ങളോട് പറയുന്നു, ജി എന്ന് പറഞ്ഞാൽ ജിം ആണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ അത് എഴുതി വെക്കുക, ഇപ്പോൾ തന്നെ അതിന് ആക്ഷൻ എടുക്കുക. യു നീഡ് ടു ഗോ ടു ദ ജിം ഓർ യു നീഡ് ടു ഡു എ വർക്കൗട്ട്. അതിനകത്തുള്ള ഒരു വിട്ടുവീഴ്ചയില്ല, ഒരു കാര്യമില്ല, ഒരു കോപ്പിംഗ് മെക്കാനിസം ഇല്ല. നോ, ഒരു കാര്യം അതിനകത്ത് പറ്റത്തില്ല. യു നീഡ് ടു ഡു ദിസ്. ബ്രോ, നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഒരു സൈക്കോളജി പരമായിട്ട് ഒരു ഹാപ്പിനെസ് ആയിട്ട് സംഭവിക്കുന്നത് എന്താണ്? നിങ്ങളെ ഇപ്പോൾ വാച്ച് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾ ഈ റാറ്റ് ലൈഫിൽ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ വീട്ടുകാർ, നിങ്ങളുടെ ഫാമിലിയിലുള്ളവർ, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾ സോ കോൾഡ് സിനിമയ്ക്ക് വിളിക്കുമ്പോൾ വരുന്നവന്മാരുണ്ടല്ലോ, അവന്മാർ, നിങ്ങൾക്ക് ഒരു വില തരാ നിങ്ങളെ ഒറ്റപ്പെടുത്തിയ കൂട്ടുകാർ, നിങ്ങൾ ഇഷ്ടമാണ് നിങ്ങൾക്കുള്ള ആ ക്രഷ്, നിങ്ങളെ റിജക്ട് ചെയ്ത ആ ഗേൾ ഫ്രണ്ട്, നിങ്ങളെ ഇഷ്ടമില്ലാത്ത ആ ടീച്ചർ, നിങ്ങളെ ഇഷ്ടമില്ലാത്ത ആ ഫാമിലി മെമ്പർ, ഇവരെല്ലാം നിങ്ങളുടെ ഈ റാറ്റ് ലൈഫ് നോക്കി ചിരിക്കുകയാണ്. അവരെല്ലാം നിങ്ങളെ നോക്കി കളിയാക്കുകയാണ്. ഈ ലൈഫിൽ നിന്നും നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ വേണമെങ്കിൽ നമുക്ക് ഒരു ഫ്ലോ കിട്ടണം, നമുക്കൊരു റണ്ണിങ് വേണം. നമുക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യണോ? ഞാൻ ഇവിടെ എന്നും വന്നിരുന്നു സെൽഫ് ഇംപ്രൂവ്മെന്റ് പറഞ്ഞാൽ നടക്കത്തില്ല. നോ, അങ്ങനെയല്ലെന്ന് എനിക്കറിയാം.
അങ്ങനെ അല്ല അത് നടക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ മാത്രം വീഡിയോ ഉണ്ടാക്കിയാൽ മതി, ഒരു കുഴപ്പമില്ല. ബട്ട് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. എനിക്കറിയാം റിയലി നിങ്ങളുടെ പെയിൻ എന്താണ്. സോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ഈ സിറ്റുവേഷൻ കടന്നു വന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിൻ്റെ ഫുൾ കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. യു നീഡ് ടു മൂവ് യുവർ ബോഡി. ദാറ്റ് ഇസ് എ നമ്പർ 1 തിങ്. നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടോ, നിങ്ങൾക്ക് സാഡാണോ, നിങ്ങൾ വിഷമമാണോ, നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ പെയിൻ വരുമോ, നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കിട്ടത്തില്ലയോ, ഇതൊന്നും ഒരു പ്രോബ്ലം അല്ല. ഇങ്ങനെയുള്ള എല്ലാ തോട്ടുമാണ് നിങ്ങളുടെ ബ്രെയിനിൽ വരുന്നത്. സ്റ്റോപ്പ് ഇറ്റ്, ഡു ഇറ്റ്. സോ ജി ഈസ് ഫോർ ജിം. ആൻഡ് വാട്ട് ഈസ് എം? എം എന്താണ്? ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ മൈ ലൈഫ് ആൻഡ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ട്, ഈ മാജിക്കൽ ആയിട്ടുള്ള, ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അപ്പോൾ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ലൈഫിനെ ഏത് ലക്ഷറി ആയിട്ടും ഏത് അപ്പർ ക്ലാസ്സിലേക്കും നിങ്ങൾ ഏതെങ്കിലും സ്പോർട്സ് പേഴ്സൺ ആണ്, അത്ലറ്റിക്സ് പേഴ്സൺ ആണ്, അതിനകത്ത് ഏത് ഡിസിപ്ലിൻ വേണമെങ്കിലും നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ ഈ സെൽഫ് ഇംപ്രൂവ്മെന്റ് പറ്റും. ഒരു ചെലവില്ലാത്തൊരു കാര്യമാണ്. യു നീഡ് ടു ഡു സം ടേക്ക് ആക്ഷൻ. സോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എൻ്റെ ഇംഗ്ലീഷ് സോറി, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് യു നീഡ് ടു ടേക്ക് സം ആക്ഷൻ. യു നീഡ് ടു ടേക്ക് സം ആക്ഷൻ. ഓക്കെ, ദാറ്റ് ഇസ് ഗുഡ് ഇംഗ്ലീഷ്, റൈറ്റ്? ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലെന്ന് തോന്നുന്നു, ഉണ്ടെങ്കിൽ കറക്റ്റ് മീ. So meditation. So M is meditation. You need to do meditation. ഞാൻ ഇന്ന് മെഡിറ്റേഷൻ ചെയ്തു. അതുപോലെ ഞാൻ നിങ്ങളോട് ഓപ്പൺലി ഓണസ്റ്റ് ആയിട്ട് പറയാം, ഞാൻ ഇന്ന് ജിമ്മിൽ പോയിട്ടില്ല. അപ്പം നിങ്ങൾ ആലോചിക്കാം, ഓ ഇവൻ എന്താണ് ഈ ജിമ്മിൽ പോയിരുന്നിട്ട് ഒരു വീഡിയോ എടുത്ത്. നോ, അങ്ങനല്ല ബ്രോ. ഈ വീക്ക് ഞാൻ കിൽ ചെയ്തു. ഈ വീക്കിൽ ഞാൻ 100% എൻ്റെ കൊടുത്തു. ഇന്ന് ഫ്രൈഡേ ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഈ വീക്കിൽ ഞാൻ എൻ്റെ 100% ഞാൻ കൊടുത്തു. ബ്രോ, എൻ്റെ ടൈം മാനേജ്മെന്റ് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ എത്ര വർക്ക് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ വീക്ക് ഞാൻ കൊണ്ടുപോയത്. ബട്ട് കഴിഞ്ഞ 2 വീക്കിന് മുമ്പ് ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു. ഞാൻ ഇത്ര ഹാപ്പിനെസ്സോടെ, ഇത്ര എനർജിയോടെ അല്ലായിരുന്നു നിങ്ങളോട് സംസാരിച്ചത്, റൈറ്റ്? അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നു, വി ക്യാൻ ചേഞ്ച്. ഇന്ന് ഞാൻ ജിമ്മിൽ പോയില്ല, അതിന് കൃത്യമായിട്ടുള്ള കാരണമുണ്ട്. അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് എനിക്കറിയാം. നാളെ ഞാൻ പോയിരിക്കും. നാളെ ഒരു ദിവസമുള്ളൂ. എൻ്റെ ബ്രെയിൻ തിങ്ക് ചെയ്തത്, ഓ ഇന്ന് പോയിരുന്നാൽ നാളെയും പോയിരിക്കേണ്ട വരുമല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഇന്നിവിടെ കിടന്നുറങ്ങി. അതിന് കാരണമുണ്ട്, ഞാൻ ഇന്നലെ രാത്രി താമസിച്ച് ഒരു വർക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ പ്രശ്നമായിട്ടാണ്. ബട്ട് ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. ഏത് വർക്ക് ഉണ്ടെങ്കിലും ഏത് സമയത്തായാലും എനിക്ക് എണ്ണിച്ചിട്ട് പോകാമായിരുന്നു, ഞാൻ എത്ര ടയർഡാണെങ്കിലും. ബട്ട് ഞാൻ പോയില്ല. അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. സോ ഐ വിൽ ഗോ ടുമാറോ. ഞാൻ പോകും. ഒരു ദിവസമുള്ളൂ, ഓക്കെ പോട്ടെ. ഒരു ദിവസം കൊണ്ട് ഒന്നും ബോഡി ചേഞ്ച് വരുന്നില്ലല്ലോ എന്നാണ് ഞാൻ തിങ്ക് ചെയ്തത്. ബട്ട് അതൊരു മണ്ട തിങ്കിങ് ആണ്, റൈറ്റ്? ഗോ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അത് ചെയ്തില്ല. ബട്ട് ഞാൻ ഇന്ന് മെഡിറ്റേഷൻ ചെയ്തു, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്തു. ബ്രോ, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്. എനിക്ക് എത്രമാത്രം എക്സൈറ്റഡ് ആണ് മെഡിറ്റേഷൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും കംഫർട്ടായിട്ടുള്ള സിറ്റുവേഷൻ ഇരിക്കുക, നിങ്ങളുടെ ബ്രീത്തിങ്ങിനെ കൺട്രോൾ ചെയ്യുക, അങ്ങനെ ചെയ്യാം. ഞാൻ ചെയ്യുന്നത് കുറച്ചും കൂടെ സ്പിരിച്വാലിറ്റി, കുറച്ചും കൂടെ എനർജി ഗെയിൻ ചെയ്യുന്ന രീതിയിലാണ്. ഞാൻ ചിലപ്പോൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു നല്ല സോങ് കേട്ടോണ്ട്, അത് കുറച്ചും കൂടെ എലമെന്റിക്കൽ ആയിട്ടുള്ള സോങ്സ് കേട്ടോണ്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ അതില്ലാതെ തന്നെ മെഡിറ്റേഷൻ ചെയ്യും. ഡിഫറെൻറ്റ് രീതി ചെയ്യാം. ബട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന, അത് 1 മിനിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ 2 മിനിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ 3 മിനിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ 5 മിനിറ്റ് ആയിരിക്കാം. അത് എത്ര മിനിറ്റ് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്തോ. ബട്ട് ഞാൻ ഒരു കാര്യം പറയുന്നു, ഈ മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, അയ്യോ ബ്രോ എനിക്ക് ഒരു ദിവസം കൊണ്ട് മെഡിറ്റേഷൻ ചെയ്തിട്ട് ഒന്നും കിട്ടില്ല, 2 ദിവസം കൊണ്ട് മെഡിറ്റേഷൻ ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടില്ല, 4 ദിവസം കൊണ്ട് കിട്ടില്ല, 5. നോ, അങ്ങനെ ഒരു സംഭവമില്ല. യു നീഡ് ടു ഡു ഇറ്റ് എവ്രി ഡേ. ബ്രോ, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്തിൻ്റെ പകുതിയിൽ ഒന്ന് മതി നിങ്ങൾക്ക് ഒരു 3 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാൻ ഒരു ഡേയിൽ. നിങ്ങളുടെ ലൈഫാണ് ബ്രോ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. യു നീഡ് ടു ഡു മെഡിറ്റേഷൻ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. നിങ്ങൾ ഒരിടത്ത് സിറ്റ് ചെയ്യുക, നിങ്ങൾ കാമായിട്ടിരിക്കുക, നിങ്ങളെ ആരും ശല്യപ്പെടുത്തില്ലെന്ന് നിങ്ങളെ ആരും ശല്യപ്പെടുത്താനില്ലെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങൾ ഫോണിൽ ടൈമർ സെറ്റ് ചെയ്യുക, 2 മിനിറ്റ് എങ്കിൽ 2 മിനിറ്റ് സെറ്റ് ചെയ്യുക. കാമായിട്ട് നിങ്ങൾ ഒരിടത്തിരിക്കുക, നിങ്ങളുടെ ബോഡി റിലാക്സ് ചെയ്ത് നിങ്ങൾ ഇരിക്കുക. ആ ഓക്സിജൻ നല്ല രീതിയിൽ ഇൻടേക്ക് ചെയ്യുക, എക്സേൽ ചെയ്യുക. അതിനകത്ത് സുഖം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ബ്രെയിൻ പലയിടത്തോട്ട് പോകും. അവിടെ പോവും, നിങ്ങളുടെ വീട്ടുകാരുടെ അടുത്ത് പോകും, നിങ്ങൾ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ പോകും, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് പറഞ്ഞ കാര്യത്തിൽ പോകും, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ട ക്രഷിൻ്റെ അടുത്ത് പോകും. സോ ഇങ്ങനെയുള്ള എല്ലായിടത്തും പോകും. അപ്പം നിങ്ങൾ അതിനെ കൺട്രോൾ ചെയ്തിട്ട് പിന്നെയും ആ ബ്രീത്തിലേക്ക് തന്നെ നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരിക. ദാറ്റ് ഈസ് മെഡിറ്റേഷൻ. നിങ്ങൾക്ക് എന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് ജിമ്മിൽ പോകണമെങ്കിൽ
യു നീഡ് ടു ഡു മെഡിറ്റേഷൻ. നിങ്ങളുടെ ഡിപ്രഷൻ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഡു മെഡിറ്റേഷൻ. നിങ്ങളുടെ സാഡ്നെസ് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഡു മെഡിറ്റേഷൻ. നിങ്ങൾക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ബിസിനസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഡു മെഡിറ്റേഷൻ. നിങ്ങൾക്ക് ഡിസിപ്ലിൻ നിങ്ങളുടെ ലൈഫിൽ വേണമെങ്കിൽ യു നീഡ് ടു ഡു മെഡിറ്റേഷൻ. ഐ എം ടെല്ലിങ് യു ബ്രദർ, ഐ എം ടെല്ലിങ് യു. സോ മെഡിറ്റേഷൻ ചെയ്യുക. എം ഈസ് ഫോർ മെഡിറ്റേഷൻ. വാട്ട് ഈസ് ഡി? എന്താണ് ഡി? ഞാൻ പറയുന്നു, നിങ്ങൾ ഈ ജിമ്മിൽ പോയിട്ടോ, നിങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്തിട്ടോ നിങ്ങളുടെ ലൈഫ് യഥാർത്ഥത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നുണ്ടോ? നിങ്ങൾ തിങ്ക് ചെയ്തിട്ടുണ്ടോ? നമ്മളിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റിയലി അത്രയ്ക്ക് പൈസയൊന്നുമില്ല. ഓക്കെ, നമ്മൾ വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് കൊണ്ട് ഇങ്ങനെ പോകുന്നു എന്നതാണ്. ബട്ട് ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ, ആ സിറ്റുവേഷൻ തന്നെയാണോ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഒരിക്കലും അല്ല. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ഉള്ള ആളായിരിക്കത്തില്ല. നിങ്ങൾക്ക് ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യണം ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ലൈഫിൽ കുറേ കാര്യങ്ങൾ, കാറ്, ബൈക്ക്, ഫോണ്, ഐഫോൺ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മേടിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മെറ്റീരിയൽസ് തിങ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, വാട്ട് യു നീഡ്? യു നീഡ് മണി, റൈറ്റ്? ബട്ട് എനിക്ക് പൈസ ഒന്നും വേണം, പൈസ ഇല്ലെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കും. നല്ല കോപ്പിംഗ് മെക്കാനിസം അവിടെ മാറ്റി വെച്ചു, എനിക്ക് കേൾക്കണ്ട. ബട്ട് യു നീഡ് മണി. നിങ്ങൾക്ക് മണി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡി ചെയ്യണം. വേറെ ഡി ഒന്നും തിങ്ക് ചെയ്യല്ലേ, ഡി ചെയ്യണം. വാട്ട് ഈസ് ഡി? ഡി ഈസ് ഫോർ ഡീപ്പ് വർക്ക്. ഡീപ്പ് വർക്ക്. ഇതും ഞാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ്, ഡീപ്പ് വർക്ക്. എന്താണ് ബ്രോ ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ? ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫുണ്ട്. ആ ലൈഫിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള വഴിയാണ് ഡീപ്പ് വർക്ക്. നിങ്ങൾ ചെയ്യേണ്ട ഡീപ്പായിട്ടുള്ള, ഫോക്കസ് ചെയ്ത്, നിങ്ങളുടെ നിങ്ങളുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ഫ്രൈഡ് ആയിട്ടിരിക്കുന്ന ഈ ന്യൂസ് കേട്ട് നിങ്ങളുടെ കൺട്രോൾ നശിച്ചിട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഒരു ഇമോഷണൽ കൺട്രോൾ ഇല്ലാത്തതും ഇമോഷണൽ ഇൻ്റലിജൻസ് ഇല്ലാത്തതും, ഇങ്ങനെയുള്ള എല്ലാ പ്രോബ്ലങ്ങളും നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഒരു കാര്യത്തിന് വേണ്ടി, നിങ്ങൾക്ക് ചിലപ്പം നീറ്റ് ക്രാക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവരായിരിക്കും. ആ നീറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ചിലപ്പം മറ്റേ PSC യുടെ ജോബ് എനിക്ക് അറിയത്തില്ല കേട്ടോ, റിയലി ഞാൻ നോക്കത്തില്ല. അതുകൊണ്ടാണ് PSC നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, അതിനു വേണ്ടി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതിന് വർക്ക് ചെയ്യാൻ വേണ്ടി. ഏതൊരു കാര്യത്തിലായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഈവൻ ചെയ്യുന്ന നിങ്ങളുടെ ജോബിന് വേണ്ടിയായിരിക്കും. അതിനകത്ത് ഫോക്കസ് ചെയ്ത് കൂടുതൽ ഇൻസെൻറ്റീവ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ബോസിനെ ഹാപ്പി ആക്കാൻ, സോക്കോൾഡ് ബോസിനെ ഹാപ്പി ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കാര്യമായിരിക്കും. ബട്ട് യു നീഡ് ടു ഫോക്കസ് ഓൺ ദ ഡീപ്പ് വർക്ക്. നിങ്ങളുടെ റാറ്റ് ഹോളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത്, നിങ്ങളുടെ റാറ്റ് ഹോളിൽ നിന്നും നിങ്ങളെ കൈപിടിച്ചുരുത്തുന്നത്, നിങ്ങൾ ഈ കാര്യങ്ങൾ രണ്ടും ചെയ്താലും, ഈ കാര്യങ്ങൾ രണ്ടും ചെയ്യാതെ ഇത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. സോ ഇത് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ആകത്തുള്ളൂ. ബ്രോ, ഈ 3 കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ചെയ്യേണ്ടത്. ഈ 3 കാര്യങ്ങൾ, ദാറ്റ് ഈസ് GMD. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു ലൈഫുണ്ട്, നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫുണ്ട്, നമ്മളിപ്പോൾ നിൽക്കുന്നൊരു ലൈഫുണ്ട്. സോ ഇത് തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ഇത് തമ്മിൽ ഒരു ദൂരമുണ്ട്. ആ ദൂരം കുറയ്ക്കണോ കൂടണോ എന്ന് നിങ്ങളാണ് തിങ്ക് ചെയ്യുന്നത്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ട ഒരു ലൈഫുണ്ട്, ഈഗിൾ ലൈഫുണ്ട്. നിങ്ങളിപ്പോൾ നിൽക്കുന്നൊരു റാറ്റ് ലൈഫുണ്ട്. ഇത് തമ്മിലൊരു ദൂരമുണ്ട്. ഇത് ഇവിടം വരെ പോകണോ, ഇവിടം വരെ വരണോ, അതോ ഇവിടം വരെ വരണോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ തീരുമാനിക്കുന്നിടം വരെ, നിങ്ങൾ വിചാരിക്കുന്നിടം വരെ നിങ്ങളുടെ ലൈഫിൽ, ഈ റാറ്റ് ലൈഫിൽ നിങ്ങൾ സഫർ ചെയ്തുകൊണ്ടേയിരിക്കും. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ടാണത്. സോ നമ്മൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നവരാണ്. നമ്മൾ ബാക്കിയുള്ള കോപ്പിംഗ് മെക്കാനിസം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ റിയൽ ആയിട്ടുള്ള, ഒതൻറ്റിക് ആയിട്ടുള്ള, ലോജിക്കലായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ റിയൽ ലൈഫിൽ, ഈ ഡാർക്ക് ഹാർഡായിട്ടുള്ള ലൈഫിൽ നടക്കും, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നവരാണ്. നമുക്കൊരു എയിം ഉണ്ട്. നമ്മൾ ഇസഡ് ഗ്രൂപ്പിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ടുള്ള ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ളവർ ചോദ്യങ്ങൾ ചോദിക്കുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എൻഗേജ്ഡ് ആയിട്ട് നോക്കുക. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യരുത്, പൊളിറ്റിക്കൽ, റിലീജിയസ് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മാക്സിമം നിങ്ങൾ ഹൈപ്പർലി ആക്റ്റീവ് ആവാൻ നോക്കുക, റൈറ്റ്? ഒരു ദിവസം ഞാൻ രാവിലെ എണീച്ച് ടെലിഗ്രാം ഗ്രൂപ്പ് തുറക്കുമ്പോൾ അതിനകത്ത് 100 മെസ്സേജ് വേണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനകത്ത് ഇപ്പോൾ 200, 300, 400 ആൾക്കാരുണ്ട്. ബട്ട് ഐ ഡോണ്ട് കെയർ. മോസ്റ്റ് ഓഫ് ദം ആർ ഇൻആക്റ്റീവ്. ഐ ഡോണ്ട് കെയർ, റൈറ്റ്? നിങ്ങളുടെ ഗ്രൂപ്പാണ് അത്. എനിക്ക് അതിനകത്ത് ഒരു റോളും ഇല്ല. യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട് ഇൻ എ ഗുഡ് വേ.
ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കൂ. ബ്രോ നിങ്ങൾ സാഡാണ്, വിഷമിച്ചിരിക്കുകയാണെന്ന് വെച്ചു, നിങ്ങളൊന്ന് റിയലി തിങ്ക് ചെയ്ത് നോക്കി. നേരത്തെ നിങ്ങളിങ്ങനെ ആയിരുന്നു, അതോ ഇപ്പം നിങ്ങൾ ഇതിങ്ങനെ ആയിപ്പോയതാണോ? അതോ ആരെങ്കിലും കാരണം നിങ്ങളിങ്ങനെ ആയതാണോ? അതോ നിങ്ങൾ ചില എടുത്ത തീരുമാനങ്ങൾ നിങ്ങളെ ഇങ്ങനെ ആക്കിയതാണോ? ഇതിനകത്ത് ഏത് സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിലും, GMD, you need to do it. You need to go to the gym, you need to meditate, and you need to do the deep work like a god. You will never walk alone because we are the set group. This is not the end. This is the beginning. Love you, brother. Bye.